ഓണാഘോഷങ്ങൾ കളറാക്കുന്നതിൽ കേരളത്തെക്കാൾ ഒരു പിടി മുന്നിലെത്താൻ മത്സരിക്കുകയാണ് മറുനാടൻ മലയാളികൾ. ഗൾഫ് രാജ്യങ്ങളിൽ ആഴ്ചകൾ നീളുന്ന ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിന്റെ പച്ചപ്പും ഹരിതാഭയും ഇല്ലെങ്കിലും ഉള്ളതുവെച്ച് ഓണം ആഘോഷിക്കുകയാണ് പ്രവാസി മലയാളികൾ. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ളവർ താമസിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ഓണം മലയാളികളുടെ മാത്രം ആഘോഷമല്ല. ജാതിമത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെയുള്ള ആഘോഷം എന്നത് കൂടുതൽ യോജിക്കുന്നത് ഇവിടെയാണ്. വാരാന്ത്യങ്ങളിലാണ് ആഘോഷങ്ങൾ കൂടുതൽ നടക്കാറുള്ളത്. ഇതുകൊണ്ടാണ് ഓണാഘോഷങ്ങൾ ഡിസംബർ വരെയൊക്കെ നീളുന്നത്. ഇവിടെ ഓണം പൊളിയല്ലേ. ഈ ഓണം തുടങ്ങിയ ഓണം തീരാൻ സമയമെടുക്കും, നല്ല സമയമെടുക്കും. ഒരു ക്രിസ്മസും അതിനും കഴിഞ്ഞ് മുന്നോട്ട് പോകും. ഓണാഘോഷം പൊളിയല്ലേ മൊത്തത്തിൽ. അടിപൊളിയല്ലേ. ഫുഡായിട്ടും പരിപാടിയായിട്ടും. ഓഫീസ് ഓണം, ഫാമിലി ഓണം, ഫ്രണ്ട്സ് ഓണം തുടങ്ങി വിവിധ സംഘടനകളുടെ ഓണം വരെ. കേരളത്തെക്കാൾ കൂടുതൽ തവണ ഓണം ആഘോഷിക്കുന്നതും ഇവിടെയായിരിക്കും. കേരളത്തിൽ നിന്ന് വിസയെടുത്ത് ഗൾഫിലെത്തിയ മാവേലിക്കുമുണ്ട് പറയാം. ഇവിടുത്തെ ഓണം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ ജനുവരി ഓണാഘോഷങ്ങളാണ്. നാട്ടിലെ മാതിരി 1-2 ദിവസങ്ങളല്ല, നമുക്ക് 5-6 മാസങ്ങൾ ഓണ ആഘോഷങ്ങൾ ആഘോഷിക്കുകയാണ്. അതാണ് നമ്മൾ പ്രവാസികളുടെ ഏറ്റവും വലിയ ഗുണം. മാവേലി പ്രവാസിയാകുന്ന സമയത്ത് കുറച്ചും കൂടി മെച്ചാണ്. ഒരു ദിവസത്തിന് പകരം 1-2 മാസം കിട്ടും. 2 മാസം മാലി വേഷങ്ങൾ കെട്ടി നമ്മൾ പാഷനായിട്ട് കാണും. കേരളത്തിൽ വീട്ടിലെ സദ്യയോടാണ് പ്രിയമെങ്കിൽ പലവിധ തിരക്കുകളാൽ മറുനാടൻ മലയാളിക്ക് റെസ്റ്റോറന്റിലെ സദ്യയോടാണ് കൂടുതൽ താല്പര്യം. ഓണത്തോടനുബന്ധിച്ച് പച്ചക്കറിയുടെ സ്റ്റോക്കുകൾ ഉയർത്തി സൂപ്പർ മാർക്കറ്റുകളും സദ്യയിൽ വിഭവങ്ങളുടെ എണ്ണം കൂട്ടി റെസ്റ്റോറന്റുകളും മത്സരിക്കുകയാണ്. വസ്ത്രക്കടയിൽ ആഴ്ചകൾക്ക് മുൻപേ ഓണക്കോടികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. UAE ഇത്തവണ അപ്രതീക്ഷിതമായി നബിദിന അവധിയും ഓണവും ഒത്തുവന്നത് ഇരട്ടി മധുരമായി. ഇതോടെ 3 ദിവസമാണ് അവധി. ഞങ്ങൾക്ക് മതേതരത്വം വളരെ ഒന്നിച്ച് കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാർ കേരളത്തിലേക്ക് കൂടുതലാണ് ദുബായിൽ. ഞങ്ങൾക്ക് നബിദിനവും ഓണവും ഒക്കെ ഒന്നിച്ച് ആഘോഷിക്കും. അതെ, അതിലും പങ്കെടുക്കും, നബിദിനാഘോഷത്തിലും പങ്കെടുക്കും. ആഘോഷങ്ങൾ മനോഹരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവരും. ഏത് റെസ്റ്റോറന്റിൽ നിന്ന് സദ്യ ഓർഡർ ചെയ്യണം, ഏത് നിറത്തിൽ വ്യത്യസ്തമായ വസ്ത്രങ്ങൾ വാങ്ങണം എന്ന ആലോചനയിലാണ് മറുനാടൻ മലയാളികൾ. ദുബൈയിൽ നിന്ന് ക്യാമറമാൻ യാസിർ അറഫാത്തിനൊപ്പം അക്ഷയ് പേരാവൂർ, മീഡിയ 1.